ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കുറച്ച് വ്യത്യസ്തതയുള്ള ഒരു റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്തുകയാണേ. തിരുവനന്തപുരത്തു നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴിക്ക് കിളിമാനൂരടുത്ത് ചട്നി മാമി എന്ന് പറഞ്ഞൊരു സ്ഥലം. പക്ഷേ ഈ ഒരു ഹോട്ടലിൻ്റെ തന്നെ വേറൊരു സഹോദര സ്ഥാപനത്തിനെ പറ്റി മിക്കവരും കേട്ടിട്ടുണ്ടായിരിക്കും. തിരുവനന്തപുരത്തു നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴിക്ക് കിളിമാനൂരടുത്തുള്ള വഴിയോരക്കട. ആ വഴിയോരക്കടയിൽ ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഈ ചട്നി മാമിയിൽ ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയാണേ. അവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ് ബാഹുബലി ദോശ. വലിയൊരു ദോശ, ഒരു 4-5 പേർക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ദോശ. അതിനൊപ്പം പലതരം ചട്നികൾ, സാമ്പാർ, വട ഒക്കെയുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദോശ കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് ഒരു മണിയടിക്കും. കാരണം വലിയ ദോശയല്ലേ, ആരും ധൃതിക്കിടയിൽ തട്ടുകയോ മുട്ടുകയോ ഒന്നും ചെയ്യാതിരിക്കാനായിട്ട്. ഏറ്റവും രസം, ഓരോ പ്രാവശ്യവും ആ ദോശ കൊണ്ടുപോകുമ്പോഴേക്കും ബാഹുബലിയിലെ ആ ഫേമസ് ആയിട്ടുള്ള പാട്ട് വിടും. അത് നിങ്ങളെ അവസാനം കേൾപ്പിച്ച് തരാമേ. ഇപ്പം ബാഹുബലി ദോശയാണ് ആ ഷെഫ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ല വലിപ്പം അല്ലേ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നിരനിരയായിട്ട് പലതരത്തിലുള്ള ചട്നികൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ അതിൻ്റെ മുകളിലോട്ടിടും. ആ ദോശയ്ക്കകത്ത് ചട്നിപ്പൊടിയും ഇങ്ങനെ നെയ്യും കൂടെ ചേർത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതെല്ലാം ഓർഡർ ചെയ്തെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഈ ദോശയുടെ പുറകെ ഞാൻ പോയി ആ ഓർഡർ ചെയ്തവരോട് അനുവാദം ചോദിച്ചിട്ട് ഞാൻ അവരുടെ ഒരു വീഡിയോയും കൂടെ എടുത്തു. അവർ നല്ല ആൾക്കാരായിരുന്നു, അതുകൊണ്ട് അതിനുള്ള സമ്മതവും തന്നു. അങ്ങനെ അവരും ഹാപ്പി, ഞാനും ഹാപ്പി. ഞങ്ങൾ ഓർഡർ ചെയ്തത്, ഞാൻ അപ്പവും അതിൻ്റെ കൂട്ടത്തിൽ തീയലും ഒരു വെജ് സ്റ്റ്യൂവും ഒരു ചട്നിയും കൂടെയാണ് കിട്ടിയത്. പിന്നെ 2 പേരെ മസാല ദോശ ഓർഡർ ചെയ്തു, ഒരാൾ ഗീ ദോശ ഓർഡർ ചെയ്തു. എൻ്റെ ചേച്ചി ഗോതമ്പ് പുട്ടും അതിൻ്റെ സൈഡ് ഡിഷും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. ഈ ചട്നി മമ്മി എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെജിറ്റേറിയൻ ഫുഡ് മാത്രമാണ്. നല്ല ആംബിയൻസ് ഒക്കെയാണ് കേട്ടോ, നല്ല സർവീസുമാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുമാണ്. പിന്നെ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് ഏത് ഹോട്ടലിൽ പോയി കഴിച്ചാലും. അതുകൊണ്ട് ടേസ്റ്റിനെ പറ്റി ഞാൻ അങ്ങനെ ഒരുപാട് എടുത്തു പറയുന്നില്ല. മറ്റുള്ളവർ കഴിച്ചതിൻ്റെ എനിക്കറിയില്ല. ഞാൻ ഓർഡർ ചെയ്തത് അപ്പമാണ് ഓർഡർ ചെയ്തത്. വെജ് സ്റ്റ്യൂവും തീയലും അതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടെ കിട്ടി. അതിൽ ഉള്ളിത്തീയലും വെജിറ്റബിൾ സ്റ്റ്യൂവും എനിക്ക് അപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് തോന്നി, നല്ല ടേസ്റ്റുമായിരുന്നു. ഇവരുടെ തന്നെ സഹോദര സ്ഥാപനമായിട്ടുള്ള വഴിയോരക്കടയിൽ നോൺ വെജ് മാത്രമാണ് കിട്ടുന്നത്. അവിടെ ഞങ്ങൾ പല പ്രാവശ്യം കയറിയിട്ടുണ്ട്. നല്ല ഫുഡാണ് അവിടുത്തേത്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും തൊട്ടപ്പുറത്തെ ടേബിളിലും ബാഹുബലി ദോശ വന്നു കേട്ടോ. നിങ്ങളെ കേൾപ്പിച്ച് തരാവേ.